ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളാതെ CPIM മുൻ MLA P. ഐഷ പോറ്റി. രാഹുലിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കപ്പെടണമെന്ന് ഐഷ പോറ്റി 24നോട് പറഞ്ഞു. രാഹുലിനെതിരെ പാർട്ടി നടപടി അന്വേഷണത്തിന് ശേഷം വേണമായിരുന്നു. തെളിവുകളുടെ ആധികാരികതയും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ഐഷ പോറ്റി പറഞ്ഞു. ഈ വാർത്തയൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായപ്പോൾ ആ പാർട്ടി അവരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തതായിട്ട് കണ്ടിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ അന്വേഷിച്ച് ഏത് കാര്യം വന്നാലും ഒരാളെന്നല്ല ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് മനുഷ്യരെ പറ്റിയായാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളടക്കം സത്യമാണോ എന്നൊന്നും നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കണിശമായിട്ടും അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം, ഒരു സംശയവും വേണ്ട. തെളിവുകളെന്ന് പറയുമ്പോൾ അതിനെ ആധികാരികമായിട്ട് പറയണം. ഇപ്പോൾ ആരുടെ കാര്യത്തിലായാലും ഏത് മനുഷ്യരുടെ കാര്യം ഇത് എന്തിനാ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, പറയാനുള്ളത് അപ്പം പറഞ്ഞുകൂടെ. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നത്. സുജിത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമുക്ക് ഐഷ പോറ്റിയുടെ പ്രസ്താവന അതെന്തൊക്കെ കാര്യങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നതിനുപരി ഐഷ പോറ്റി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താനുള്ള ഒരു സാഹചര്യം എന്താണ്? ഈ ഒരു സന്ദർഭത്തിൽ അത് എത്രത്തോളം നിർണായകമാണ്? ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. ഈ ഭൂരിപക്ഷത്തിൻ്റെ ശരികളെ ഒരിക്കലും ഐഷ പോറ്റി തൻ്റെ ശരികളും നിലപാടുകളുമായി അംഗീകരിച്ചിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും അവഗണനയും CPM-ൽ ഉൾപ്പെടെ ഐഷ പോറ്റിക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരായ ലൈംഗിക ആരോപണ കേസിലും തൻ്റേതായ രീതിയിൽ നിലപാട് ഐഷ പോറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കോൺഗ്രസിലെ വനിതാ MLA-മാരടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ തെളിവുകളുടെ രാഹുലിനെതിരായ പാർട്ടി നടപടിയെടുത്തതിലടക്കം ഒരു ആധികാരികത വേണമായിരുന്നു, അല്ലെങ്കിൽ അന്വേഷണത്തിന് ശേഷം വേണമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഐഷ പോറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുലിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കപ്പെടണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. സത്യം അവിടെ പരിശോധിക്കപ്പെടണമായിരുന്നു. ആരോപണങ്ങൾ വെറുതെ പറയുന്നത് ശരിയായ രീതിയല്ല, എഴുതി നൽകാൻ തയ്യാറാകണം. പല ആരോപണങ്ങളും രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ള പല ആരോപണങ്ങളായി മാത്രം അവശേഷിക്കുന്നു. അതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് പോലും പലരും മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അതുപോലെ തന്നെ മോശം അനുഭവം നേരിട്ടപ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കാതെ പിന്നീട് പരാതിയുമായി രംഗത്ത് വരുന്നതിലെ എന്തർത്ഥമാണ് ഉള്ളത് എന്ന് കൂടിയാണ് ഐഷ പോറ്റി ചോദിക്കുന്നത്. ഒപ്പം നിയമം എല്ലാവർക്കും ബാധകമാകണം എന്ന് കൂടി പറയുകയാണ്. അതായത് മുകേഷ് MLA അടക്കമുള്ളവർക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗികാരോപണങ്ങൾ ഉയരുമ്പോൾ അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടാത്ത പാർട്ടി നേതൃത്വം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുക കൂടി ചെയ്യുകയാണ് ഐഷ പോറ്റി. അതായത് നിയമം എല്ലാവർക്കും ബാധകമായിരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ അടിസ്ഥാനരഹിതമായി ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണം. ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഒരു രീതി അത് ശരിയല്ല. ആ ഊഹാപോഹങ്ങളുടെ പേരിൽ നടപടിയെടുക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം തള്ളാതെ ഐഷ പോറ്റി. വിവരങ്ങളുമായി ചേർന്നത് സുജിത് സുരേന്ദ്രനാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.